ഹലോ ഗേയ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാജി. അപ്പം നമ്മുടെ പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ചെറിയ റീൽസും. അപ്പം ഇത് നമ്മുടെ ഷോപ്പിലത്തെ ചുരിദാർ തന്നെയാണ്. ഇതിന് 999 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പം ഞാൻ ഈ ചുരിദാർ ഇട്ടിട്ട് എന്താണ് പറയുക, റീൽസ് എടുത്തപ്പോൾ കുറേ ആൾക്കാർ എന്നോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഇനി ഒരു പീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് പുട്ടും പഴവും പപ്പോടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബീഫ് മനപ്പുറം വാങ്ങാതിരുന്നത് തന്നെയാണ് ഞാൻ. പിന്നെ എൻ്റെ വീട്ടിലാണ് ഇന്ന് പെരുന്നാൾ കൂടാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഇതാ കുട്ടികളും എല്ലാവരും ഞങ്ങളെ കാത്തിരുന്നായിരുന്നു. എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പെരുന്നാൾ കൂടാനും എല്ലാവരും കൂടി ആഘോഷിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മിക്ക പെരുന്നാളുകൾക്കും എൻ്റെ വീട്ടിലേക്കാണ് പോകാറ്. അവിടെ വെച്ചിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കാറ് കേട്ടോ. കഴിഞ്ഞ പെരുന്നാളും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത്. അവിടെ പിന്നെ ആകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ രസം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ ഇവിടെ വീട്ടിൽ നാത്തൂനും ഉമ്മയൊക്കെ ഉമ്മ പപ്പടം പൊരിക്കുന്നുണ്ട്, നാത്തൂൻ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഇത് മോനാണ് കേട്ടോ, അവർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുമ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പെരുന്നാളിന് പണ്ട് മുതലേ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഇലയിലൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കാറ്. പിന്നെ സെപ്പറേറ്റ് ചോറ് ആക്കൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണ പോലെ നമ്മൾ അങ്ങനെ ഒന്നും ആക്കില്ല. ഒന്നിച്ച് അങ്ങോട്ട് കൊട്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേലെ ഇരിക്കണ കാരണം കൊണ്ട് ഞാനും ഇപ്പയും പിന്നെ മേശയുടെ മുകളിലും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് താഴത്ത് ഇതേപോലെ ഇങ്ങനെ വിരിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ചെറിയ അനിയൻ വീട്ടിൽ നിന്ന് വേറെ പോയിട്ടുണ്ട്. അവരും നമ്മുടെ വീട്ടിലേക്ക് പെരുന്നാളായ വരും. പിന്നെ മോന് വേറെയാണ്, അവനും വരും. പിന്നെ ഞങ്ങളും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ആണ് മിക്ക പെരുന്നാൾക്കും എൻ്റെ വീട്ടിലാണ് ഞാൻ കൂടാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കും ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ട്, പിന്നെ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഇറച്ചിയും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചതും, പിന്നെ എൻ്റെ ഉപ്പാക്ക് ബീഫ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മോരുകറി സ്ഥിരം ഞങ്ങൾ മോരുകറി ഇല്ലാത്തൊരു സംഭവമല്ല കേട്ടോ പെരുന്നാളിൽ. അപ്പോൾ മോരുകറിയും ബീഫും പിന്നെ കായും പയറും. ഇക്കാക്ക് ഇവിടെ ഒരു ചൊല്ലാണ്, ഞാൻ എപ്പോഴും കായും പയറും, എനിക്ക് ആകെ ഒരു ഉപ്പേരി അറിയുള്ളൂ, കായും പയറും. അപ്പോൾ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഉപ്പേരിയാണ് കായും പയറും കേട്ടോ. അപ്പോൾ മോരുകറിയും കായും പയറും ചിക്കൻ പൊരിച്ചതും ബീഫും പിന്നെ ഉമ്മാൻ്റെ വക പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമാണ്, അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം എന്തായാലും എവിടെ നിന്നായാലും പെരുന്നാളായി കഴിഞ്ഞാൽ അമ്മ എന്തായാലും ഉണക്കല്ലരി എവിടെ നിന്നെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കും. അപ്പം ഞങ്ങൾ പായസം ഉണ്ടാക്കും. അങ്ങനെ പായസവും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ പരിപ്പും നമ്മുടെ അബുക്കാൻ്റെ കടയിൽ നിന്ന് പരിപ്പും പിന്നെന്താ അടപ്രഥമനും ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിവിടെ തല്ലാണ്, പരിപ്പ് ആർക്കും വേണ്ട, അട മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇതാ നല്ല പിടുത്തം പിടിക്കണുണ്ട് കേട്ടോ. സഫമോളുണ്ട്, മോളുണ്ട്, മോനുണ്ട്, പിന്നെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് കഴിക്കണത് ഇതൊരു രസം തന്നെയാണല്ലേ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും. ഇപ്പോൾ ആരും അങ്ങനെയൊക്കെ കഴിക്കുക. ഇപ്പോൾ ഇതാ ഓരോരുത്തർ സെപ്പറേറ്റ് പ്ലേറ്റിലൊക്കെ വിളമ്പിയിട്ട് കഴിക്കുക. ഇപ്പോഴത്തൊക്കെ പെരുന്നാൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരിതാണ് ഇങ്ങനെ ഇലയിലൊക്കെ ഇട്ടിട്ട് കഴിക്കട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യണ ഒരു സംഭവമാണ് പായസവും പപ്പടവും കൂട്ടിയിട്ട് ഒരു അടിയുണ്ട് കേട്ടോ. അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ നീക്കാൻ വയ്യാണ്ടാവും. പിന്നെ ഞാൻ അവിടുന്ന് കൊടുക്കുന്ന പാലടക്കുള്ള തല്ലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടീസ്പൂൺ വെച്ചിട്ട് കിട്ടണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാങ്ങിയതല്ല. പക്ഷെ ഞങ്ങളവിടെ കഴിച്ചിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് പുട്ടൊക്കെ തിന്നപ്പോൾ പിന്നെ ആർക്കും അത്ര നിർബന്ധം ഉണ്ടായിരുന്നില്ല ഇത്രയും തോന. പിന്നെ ഞാൻ അവിടെ വെക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു. ഞങ്ങളിത് മേശം ഇരുന്നിട്ട് കഴിച്ചു. പിന്നെ അവസാനം ഉമ്മയും നാത്തുമാരെല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. പിന്നെ ആങ്ങളുടെ മോനെ ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവൻ തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് പ്രത്യേകം വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ട് നല്ല വില കൂടിയ ഐസ്ക്രീമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചോക്കോബാറാണ്, മാംഗോൻ്റെയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടി കുട്ടികളും ഒപ്പിയും എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് അന്നത്തെ പെരുന്നാൾ ഞങ്ങൾ അടിപൊളിയാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പെട്ടെന്നുണ്ടായ ടൂറ് പറഞ്ഞ പോലെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നെല്ലിയാമ്പതി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പിറ്റേ ദിവസം നെല്ലിയാമ്പതിക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ.
വീഡിയോ എൻ്റെ ഉപ്പാക്ക് ഇനി ഷാനു ഇങ്ങനെ കൊണ്ടുവരരുത്, ഇത് തിന്നാൻ ഞാൻ പാടുപെടും. അപ്പോൾ ഇപ്പാൻ്റെ പനിയുടെ മൊത്തം ഐസ്ക്രീമിൻ്റെ ഇതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പുറത്ത് നിന്നിട്ടോ അകത്ത് നിന്നിട്ടൊക്കെ കഴിച്ച് പെരുന്നാൾ അടിപൊളിയാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫോൺ വന്നു. ഞങ്ങൾ വരാൻ നിൽക്കണേ, ഞാൻ കുറച്ചും കൂടി ടൈം ആയിട്ട് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ ഇക്കാൻ്റെ അനിയൻ്റെ കൂടി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, മാമ എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ അവർ അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി കൊണ്ടിട്ടുണ്ടാകും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു, അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മോൻ്റെ മുടി വെട്ടിയ കാര്യം പറയുകയാണ്. മോൻ്റെ മുടി വെട്ടിയത് കൊളാക്കിയിട്ടോ. അതെ, ആകെ അങ്ങോട്ട് മുൻവശത്ത് കുറച്ച് മുടി ബാക്കിൽ പറ്റ വെട്ടിയിട്ടു. അപ്പം ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസമൊക്കെ കൊണ്ടുപോയിട്ട് മിഷ്യൻ വെച്ചതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു സൈഡിൽ സ്ക്വയർ പോലെയായി. അപ്പോൾ അതൊക്കെ സംസാരിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടുള്ള വീഡിയോ ഇതിൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.